ഒരു പോക്സോ കേസാണ്, മനസ്സിലായോ? പക്ഷെ പോക്സോ കേസ് വരുത്തിയിട്ട് എന്നെ അവിടെ വിളിച്ച് സംസാരിച്ച് ആ പോക്സോ കേസ് ഇവർ ഇല്ലാതെയാക്കും. ഇവര് സ്കൂളിൽ നിന്ന് പോയതല്ലേ പോക്സോ. അമൃതാജിന്റെ നിർദ്ദേശപ്രകാരം പോയ പോക്സോയാണ്. കുര്യരത്നസ്വാമിയുടെയും ഗുരുമിത്ര സ്വാമി ഉണ്ടായി, അവരാണ് ഏറ്റവും വലിയ സൂത്രധാരൻ. അത് ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല, എന്നാലും ഞാൻ പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു പോക്സോ കേസ് ഉണ്ടാക്കിയിട്ട് എന്നെ അവിടെ വെച്ച് സെറ്റിൽ ചെയ്യണം എന്ന് വെച്ചാൽ ഇവരുടെ ഉദ്ദേശം ഞാൻ ബഹുമാനപ്പെട്ട DGP കൊടുത്ത ബെഹ്റക്ക് നേരിട്ട് കൊടുത്ത പരാതി പിൻവലിക്കണം. പിൻവലിക്കുമ്പോൾ എന്ത് പറയും ഞാൻ? എനിക്ക് അപ്പം തോന്നിയ ദേഷ്യത്തിൽ ഞാൻ ചെയ്തതാണ് എന്ന് പറയണ്ടേ? അപ്പൊ എൻ്റെ ക്രെഡിബിലിറ്റി എവിടെ പോകും? എൻ്റെ വിശ്വസ്തത എവിടെ പോകും? മനസ്സിലായോ? അപ്പൊ അതിന് വലിയൊരു ചെക്കാണ് വെച്ചത്. ഞാൻ ഫേസ് ചെയ്യില്ലെന്നാണ് ഇവർ വിചാരിച്ചത്. പോക്സോ അല്ല എന്ത് കേസും ഞാൻ ഫേസ് ചെയ്യും, മനസ്സിലായോ? ഞാൻ ചെയ്യാത്ത കേസാണെങ്കിൽ ഞാൻ ഫേസ് ചെയ്യും. അവിടെ വീട് താണ് കീഴ് അപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ശരിയെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ല. ഞാനത് ഫേസ് ചെയ്ത് കഴിഞ്ഞ കൊല്ലം ബഹുമാനപ്പെട്ട ഹൈക്കോടതി എൻ്റെ കേസ് രേഖകൾ പരിശോധിച്ചിട്ട് ഡിസ്പോസ് ചെയ്തു. മനസ്സിലായി? ഫോഴ്സ് ചെയ്ത് FIR ഇവർ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ച് FIR പ്രചരിപ്പിക്കാൻ പറ്റാത്ത രേഖകൾ വരെ പ്രചരിപ്പിച്ചു. അത് ഞാൻ പിന്നീട് പറയാം. ഞാനിപ്പോൾ ഒന്ന് സന്ദർഭവശാൽ സൂചിപ്പിച്ചു തരും. അപ്പൊ ഞാൻ ആ പോക്സോ കേസ് വെച്ച് എന്നെ ഇവർ വിലപേശിയപ്പോ ഞാൻ അതിൽ വീണു പോയെങ്കിൽ സകലവിധ സൗഭാഗ്യങ്ങൾ ഇവന്മാർ തരും. എങ്ങനെ? ഭൗതിക നേട്ടങ്ങൾക്ക് പണം തരും, അധികാരം തരും, മറ്റു പലതും തരും. പക്ഷെ എന്നെ കൊണ്ട് ഞാൻ ഇവരുടെ വിടുവേല, ഇതേപോലെ വിടുവേല ഞാൻ ചെയ്യേണ്ടി വരും. എനിക്കതിന് താല്പര്യമില്ല. ഞാൻ വന്നിരിക്കുന്നത് ഗുരുവിന്റെ കുടുംബത്തിൽ നിന്നാണ്, മനസ്സിലായോ? അതിന്റെ ഒരു ബോധം എനിക്കുണ്ട്. ഗുരു ആരാണെന്നും ഗുരു എന്താണെന്നും എൻ്റെ കുടുംബത്തിലായതുകൊണ്ടല്ല, ഗുരുവിനെ ഞാൻ മനസ്സാ വരിച്ചാണ്, എൻ്റെ മനസ്സിൽ പ്രതീക്ഷിച്ചാണ്. പിന്നെ ഞാൻ ഗുരുവിരുദ്ധ പ്രവർത്തനം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാലേ അത് എന്താ പറയാ, പിന്നെ നമ്മൾ മരിക്കണതില്ലോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഇപ്പോഴും ഇതുപോലെ ചതിക്കുഴികളിൽ ഒരുപാട് ആൾക്കാരെ പെടുത്തുന്നുണ്ട്. പെട്ടിട്ട് അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനും വയ്യ. ഇതേപോലെ സെറ്റിൽ ചെയ്തിട്ടേ, കാരണം പെണ്ണ് വിഷയമായാലും കൊള്ളാം, കളവ് കേസായാലും കൊള്ളാം, ഒരുപാട് കാര്യങ്ങൾ കൊണ്ടേ ഓരോരുത്തർ തലയിൽ വെച്ചു കൊടുത്തിട്ട് അവരെ പീഡിപ്പിച്ച് അവരെ ആത്മീയ അടിമകളാക്കി ഇവർ കൂടെ കൂട്ടും. മനസ്സിലായോ? പക്ഷെ അവർക്ക് ഒരിക്കലും പിന്നെ ഈ നീരാളിപ്പെടുത്തുന്നതിൽ മാറാൻ പറ്റില്ല. കാരണം ഇത് വെച്ച് ചൂഷണം ചെയ്യും. മനസ്സിലായോ? അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ വരെ ഉണ്ടാക്കി വെക്കും ഇവര്. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരെ, ഒരുപാട് രാഷ്ട്രീയക്കാരൊക്കെ ഇവിടെ വിളിച്ച് ശാന്തിഗിരിയിൽ സുഖചികിത്സ നടത്തും. എന്നിട്ട് അതൊക്കെ ക്രോസ് മസാജ് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കും. മനസ്സിലായോ? അതുപോലെ തന്നെ ഒരുപാട് പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങൾ, ഞാൻ നിയമവ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പറയാൻ പറ്റുന്നതായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത കേൾക്കാം. മനുഷ്യരൂപത്തിലല്ലെങ്കിൽ ഇപ്പൊ ഫൗണ്ടർ ഗുരുവിനെ നമുക്കൊരു